പുതച്ച വലിയൊരു കാടുണ്ടായിരുന്നു. അവിടെ അപ്പു എന്നു പേരുള്ള ഒരു കുട്ടി ആന താമസിച്ചിരുന്നു. അപ്പുവിന് കാട്ടിലൂടെ നടക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പു തന്റെ കൂട്ടുകാരിയായ ചിക്കി അണ്ണാനെ കണ്ടുമുട്ടി. നമുക്കിന്നൊരു വലിയ സദ്യ നടത്തിയാലോ? ചിക്കി ചോദിച്ചു. അപ്പുവിന് ആ സന്തോഷവാർത്ത കേട്ട് വലിയ ആവേശമായി. ചിക്കി ഓടിപ്പോയി മധുരമുള്ള ഒരു വലിയ മാമ്പഴം കണ്ടെത്തി. ഇതാ നമ്മുടെ വിരുന്നിന് ആദ്യത്തെ വിഭവം, അവൾ ആവേശത്തോടെ പറഞ്ഞു. അപ്പോഴാണ് മാലു എന്നു പേരുള്ള മുയൽ അവിടേക്ക് ചാടി വന്നത്. മാലുവിന്റെ കയ്യിൽ കുറെ ചുവന്ന കാരറ്റുകൾ ഉണ്ടായിരുന്നു. അവളും വിരുന്നിൽ കൂടാൻ തീരുമാനിച്ചു. അപ്പുവും മാലുവും ചേർന്ന് വലിയൊരു തണൽമരം പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി. കാട് മുഴുവൻ ഇപ്പോൾ നല്ല മണമായിരുന്നു. പെട്ടെന്നാണ് നീല നിറമുള്ള പീലി വിരിച്ചുകൊണ്ട് പീലു മയിൽ അവിടേക്ക് വന്നത്. പീലുവിന്റെ വരവ് വിരുന്നിന് കൂടുതൽ ചന്തം നൽകി. പീലു മനോഹരമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് മാലുമുയലും സന്തോഷത്തോടെ തുള്ളിച്ചാടി. കാട് മുഴുവൻ സംഗീതം നിറഞ്ഞു. അപ്പു ആന സന്തോഷം കൊണ്ട് ചിഹ്നം വിളിച്ചു. എല്ലാവരും വിരുന്നിനായി മരത്തിന് താഴെ ഒത്തുകൂടി. അത് കാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു. അവർ കണ്ടെത്തിയ പഴങ്ങളും കാരറ്റുകളും എല്ലാവരും ചേർന്ന് പങ്കിട്ട് കഴിച്ചു. അപ്പു ചിക്കിക്ക് ഒരു ചെറിയ കഷ്ണം പഴം തുമ്പി കൈകൊണ്ട് നൽകി. നേരം ഇരുട്ടിത്തുടങ്ങി. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. ഇന്ന് കാട്ടിൽ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു.